കുമാരനാശാൻ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് കുമാരനാശാൻ. ഏപ്രിൽ 12, 1873 അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് കായിക്കരയിൽ ജനിക്കുന്നത്. ഏപ്രിൽ 12, 1873. ജനുവരി 16, 1924 ആലപ്പുഴയിലെ പല്ലനയാറ്റിൽ വെച്ച് അദ്ദേഹം ഒരു ബോട്ടപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നു. ആശാൻ ഉള്ളൂർ വള്ളത്തോൾ, ഇവർ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ്. ആശാൻ ഉള്ളൂർ വള്ളത്തോൾ അദ്ദേഹത്തിനെ കുമാരനാശാനെ ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്ന് അറിയപ്പെട്ടു. എന്തൊക്കെയാണ് അറിയപ്പെട്ടത്? ആശയഗംഭീരൻ എന്നും സ്നേഹഗായകൻ എന്നും കുമാരനാശാനെ അറിയപ്പെട്ടു. ഡോക്ടർ പൽപ്പു കുമാരനാശാന് നൽകിയ പേരാണ് ചിന്നസ്വാമി എന്നത്. ഓക്കെ, കുമാരു എന്നാണ് കുമാരനാശാൻ ആദ്യ കാലത്ത് അറിയപ്പെട്ടിരുന്നത്, കുഞ്ഞിലേക്ക് വിളിച്ചിരുന്നത്. ഡോക്ടർ പൽപ്പു കുമാരനാശാൻ നൽകിയ പേര് ചിന്നസ്വാമി എന്നാണ്. അപ്പോൾ ഒരു ചരിത്ര സംഭവം കൂടി ഇതിനോട് ഓർത്തു വെച്ചിരിക്കുന്നു. ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവിൻ്റെയും നേതൃത്വത്തിലാണ് 1903 ജൂൺ 4 SNDP യോഗം സ്ഥാപിതമായത്. അതോർക്ക് 1903 ജൂൺ 4 SNDP യോഗം സ്ഥാപിതമായി. ഇനി 1903 കുമാരനാശാൻ ആദ്യ യോഗം സെക്രട്ടറിയായിട്ട് സ്ഥാനമേറ്റു. 1903 കുമാരനാശാൻ ആദ്യ യോഗം സെക്രട്ടറിയായിട്ട് സ്ഥാനമേറ്റു. 1904 അദ്ദേഹം SNDP യോഗത്തിൻ്റെ മുഖപത്രമായി വിവേകോദയം മാസിക ആരംഭിച്ചു. അപ്പോൾ 1904 കുമാരനാശാൻ SNDP യോഗത്തിൻ്റെ മുഖപത്രമായ വിവേകോദയം മാസിക ആരംഭിച്ചു. 1922 മദ്രാസ് സർവകലാശാലയിൽ വെച്ച് അന്നത്തെ വെയിൽസ് രാജകുമാരൻ പട്ടും വളയും സമ്മാനിച്ചു. ഓക്കെ, 1922 വെയിൽസ് രാജകുമാരൻ കുമാരനാശാന് പട്ടും വളയും സമ്മാനിക്കുന്നത്. 44-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. ഭാനുമതി അമ്മയാണ് വിവാഹം കഴിച്ചത്. 51-ാമത്തെ വയസ്സിൽ പല്ലനയാറ്റിൽ വെച്ച് 1924 ജനുവരി 16 അദ്ദേഹം റെഡീമർ എന്ന് പറയുന്ന ബോട്ടപകടത്തിൽ എന്ന റെഡീമർ എന്ന ബോട്ടിൻ്റെ പേര്, ആ ഒരു ബോട്ടപകടത്തിൽ ആലപ്പുഴയിലെ പല്ലനയാറ്റിൽ വെച്ച് ബോട്ടപകടത്തിൽ 51-ാം വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ അദ്ദേഹം വേറൊരു പോയിന്റ്, വീണപ്പൂവ്, അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള വീണപ്പൂവിനെ തുടർന്നാണ് ഒരു തീയക്കുട്ടിയുടെ വിചാരം കൃതി രചിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ബോധത്തിൻ്റെ പ്രതിഫലനം കൂടിയായിരുന്നു വീണപ്പൂവ് എന്ന് പറയുന്ന, വീണപ്പൂവിനെ തുടർന്ന് അദ്ദേഹം എഴുതിയ ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്ന് പറയുന്ന കൃതി. നളിനി എന്ന് പറയുന്ന കാവ്യത്തിൽ നളിനിയും ദിവാകരൻ്റെയും സ്നേഹം ആണ് അതിൽ പ്രമേയമായിട്ട് വരുന്നത്. അതിൽ 4 വരികളാണ് കൊടുത്തിരിക്കുന്നത്. തന്നതില്ല പരനുള്ളു കാട്ടുവാനൊന്നുമേ നരനുപായം ഈശ്വരൻ, ഇന്നു ഭാഷ ഇത് അപൂർണമിങ്ങഹോ വന്നുപോം പിഴയും അർത്ഥശങ്കയാൽ. നളിനിയിലെ വരികളാണ്. അതുപോലെ വീണപ്പൂവിൽ നമുക്കറിയാം ഹാ പുഷ്പമേ അധിക തുങ്ക വരികൾ. പിന്നെ സൗന്ദര്യലഹരി എന്ന് പറയുന്ന ഒരു കൃതി അത് 1901 എഴുതിയത്. ശ്രീബുദ്ധചരിതം 1915 29 ഇട കാലഘട്ടത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ 1918 എഴുതിയേക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം. വീണപ്പൂവ് എന്ന് പറയുന്ന കൃതി ഹ എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിച്ച് കഷ്ടം എന്ന് പറയുന്ന വാക്കിൽ അവസാനിക്കുന്ന ഒരു കൃതിയാണ് വീണപ്പൂവ് എന്ന് പറയുന്നത്. 41 ശ്ലോകമുണ്ട്. 1907 ഇതിൻ്റെ കാലം എന്ന് പറയുന്നത് വീണപ്പൂവിൻ്റെ. മിതവാദിയിലാണ് ആദ്യം വീണപ്പൂവ് പ്രസിദ്ധീകരിച്ചത്, ശേഷം ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചു. നളിനി അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നാണ് ഈ കൃതിയുടെ പേര്. കാലം 1911. ഓക്കെ, ലീല, അതിൽ വരുന്നത് ലീലയുടെ കാമുകനായിട്ട് വരുന്ന വ്യക്തിയുടെ പേര് മദനൻ എന്നാണ്. അപ്പോൾ ലീലയുടെയും മദനൻ്റെയും കഥയാണ് ലീല എന്ന് പറയുന്ന കൃതിയിൽ. 1914 കാലഘട്ടം. പ്രരോധനം എന്ന് പറയുന്നത് ARൻ്റെ മരണത്തിൽ വിലപിച്ചുകൊണ്ട് എഴുതിയതാണ്. പ്രരോധനം എന്ന് പറയുന്ന കൃതി 1919 അത് എഴുതിയിരിക്കുന്നത്. ചിന്താവിഷ്ടയായ സീത 1914 എഴുതി 1919 പ്രസിദ്ധീകരിച്ചത്. ദുരവസ്ഥ, അത് ചിന്താവിഷ്ട സീത രാമായണം ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദുരവസ്ഥ എന്ന് പറയുന്നത് സാവിത്രി ചാത്തൻ എന്നിവരുടെ സ്നേഹബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിട്ടുള്ളതാണ് ദുരവസ്ഥ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെയും 20-ാം നൂറ്റാണ്ടിൻ്റെയും ഒക്കെ കേരളത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ദുരവസ്ഥ എന്ന് പറയുന്ന കൃതി എഴുതിയിരിക്കുന്നത്. 1922 എഴുതിയിരിക്കുന്നത്. ചണ്ടാല ഭിക്ഷുകി 1922. 4 ഭാഗങ്ങളിലായിട്ടാണ് ഈ കൃതി വിഭജിച്ചിരിക്കുന്നത്. ഈരടികളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ചണ്ടാല ഭിക്ഷുകി 1922. കരുണ, അതിലെ കഥാപാത്രങ്ങൾ വാസവദത്ത, ഉപഗുപ്തൻ 1923 എഴുതിയിരിക്കുന്നത്.